ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ഇന്ന് മോർണിംഗിൽ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിൽ നല്ല വൊളാറ്റിലിറ്റി ഉണ്ടായിരുന്നു. ഡൗ ജോൺസ് റസൽ 2000 ഇൻഡെക്സുകൾ ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുകൾ നല്ല രീതിയിൽ താഴെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ ലോവർ ലെവലിൽ നിന്നൊക്കെ റിക്കവറി നേടിയിരുന്നു. ഒപ്പം അപ്ലൈഡ് മെറ്റീരിയൽസ് പോലുള്ള പല സ്റ്റോക്കുകൾ ഇന്നലെയും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. മാഗ്നിഫിസന്റ് 7 കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആൽഫബറ്റ് മാത്രമാണ് ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മെമ്മറി റിലേറ്റഡ്, AI റിലേറ്റഡ് സ്റ്റോക്കുകളും ഇന്നലെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്പേസ് എക്സിന്റെ IPOയിൽ 30% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനാണ് നീക്കി വെച്ചിരിക്കുന്നത്. അതായത് $22.5 ബില്യൺ വർത്ത് സ്റ്റോക്കുകളാണ് റീറ്റെയിലേഴ്സിന് നീക്കി വെച്ചിരിക്കുന്നത്. റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ ക്യാഷ് ഹോൾഡിംഗ് കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റുള്ള പൊസിഷൻസ് ഒക്കെ വിറ്റുകൊണ്ടാണ് സ്പേസസ് IPOയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ ഇൻഫോം ചെയ്തിരുന്ന കാര്യമാണ്. അതിനനുസരിച്ചുള്ള സെല്ലിംഗ് പ്രഷർ അമേരിക്കയിലുണ്ട്. എന്നിരുന്നാലും വേഴ്സ്റ്റ് സീംസ് ഓവർ ആണ്. ഇനി കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ എന്ന് പുറത്തു വരുന്നത് മെയ് മാസത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള തീരുമാനം ഈ ഡാറ്റയ്ക്ക് ശേഷം US ഫെഡ് അടുത്ത ആഴ്ചയിൽ നടക്കുന്ന മീറ്റിംഗിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. ആ ഒരു വൊളാറ്റിലിറ്റിയുടെ ഒരു ഇൻഡിക്കേഷനാണ് ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ മാർക്കറ്റ് ട്രെൻഡ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിലെ ഗോൾഡും ഇന്ന് താഴെ പോയിരിക്കുകയാണ്. $4175 പെർ ഔൺസിനാണ് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ജൂൺ 5 അവസാനിച്ചിട്ടുള്ള ആഴ്ചയിൽ ഗ്ലോബലി ETFകളും സെല്ലേഴ്സ് ആണ് അറൌണ്ട് 14.1 ടെൻസ് ടോട്ടൽ വിറ്റിട്ടുണ്ട്. അടുത്ത ആഴ്ചകളിൽ ഒരു പക്ഷേ ETFകൾ സെല്ല് ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഗോൾഡ് ഒരു പക്ഷേ ഫേസ്റ്റ് കേസ് സിനാരിയോയിൽ $4000 പെർ ഔൺസ് വരെയൊക്കെ താഴാനുള്ള ചാൻസസ് ഉണ്ട്. സിൽവർ ഇന്ന് മോർണിംഗിൽ വീണ്ടും താഴെയാണ്. $63.3 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കോപ്പർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അതേസമയം അലുമിനിയം, സിങ്ക് സ്ലൈറ്റ്ലി വീക്കാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നല്ല രീതിയിൽ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $92.3 പെർ ബാരലിനാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. 95.63 രൂപ പെർ ഡോളറിലാണ് ഇന്ത്യൻ റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് സ്റ്റോക്കിൻ്റെ ഡിക്സൺ ടെക്നോളജീസ് ഒരു JV ഫോം ചെയ്തിട്ടുണ്ട്. ടെലികോം ഗിയേഴ്സിന് വേണ്ടിയുള്ള ഒരു JVയാണ്. ഡാറ്റാ സെൻറ്ററുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ടെലികോം ഗിയേഴ്സിന് വേണ്ടിയുള്ള ഒരു JVയാണ്. ലോങ് ടൈമിലേക്ക് പോസിറ്റീവാണ്. KRN ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് അവർ സബ്സിഡിയറിയിൽ വീണ്ടും വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താണ്. പുതിയ പ്രൊഡക്റ്റുകളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഗ്ലെൻമാർക്ക് ഫാർമ നല്ല ഗൈഡൻസ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആഫ്കോൺ സിൻഫ്ര 5301 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. വധവൻ പോർട്ടിൽ നിന്നാണ്. ക്വാളിറ്റി പവർ ഒരു കമ്പനീനെയും കൂടി അക്വയർ ചെയ്തിട്ട് 100% അക്വയർ ചെയ്തിട്ടുണ്ട്. വിന്നർ സ്പെഷ്യാലിറ്റി ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. തീർച്ചയായിട്ടും ക്വാളിറ്റി പവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു പവർ സെക്ടർ സ്റ്റോക്കാണ്. നല്ല രീതിയിൽ വീണ്ടും ലോങ് റണ്ണിൽ മുന്നേറാൻ സാധ്യതയുണ്ട്. ഈ അക്വിസിഷൻ വളരെ പോസിറ്റീവാണ്. ഡെക്കാൻ ഗോൾഡ് മൈൻസ് സ്പെയിനിലൊരു മൈനിൽ മെജോറിറ്റി സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ന്യൂസാണ് ലോങ് റണ്ണിൽ ഡെക്കാൻ ഗോൾഡ് മൈനിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ IPO ക്ലോസിംഗ് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഹെക്സഗൺ ന്യൂട്രീഷൻ 53.68 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിരിക്കുന്നത്. മൈനർ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സെപ്റ്റോ ക്വിക്ക് കോമേഴ്സ് രംഗത്ത് വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. സെപ്റ്റോ IPO അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റുകളൊന്നും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല. സെബിയിൽ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ്. ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 11,000 കോടി രൂപയാണ് അവർ റേസ് ചെയ്യാൻ പോകുന്നത്. 1010 കോടി രൂപയ്ക്കുള്ള പുതിയ സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യും. ബാലൻസ് ഓഫർ ഫോർ സെയിലാണ്. ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് ഓഫർ ഫോർ സെയിലിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു പോസിറ്റീവ് മൊമെന്റം ഈ സ്റ്റോക്കിന് കണ്ടേക്കാം. ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ ഡബിൾ ആണ്. അതോടൊപ്പം തന്നെ Q4 ടേൺ ഓവർ
എക്സലൻ്റ് ആണ്. എന്നിരുന്നാലും ലോസ് വൈഡൻ ചെയ്തിരിക്കുകയാണ്. 5905 കോടിയാണ് ലോസ് വരുന്ന. അറൗണ്ട് 7500 കോടി രൂപയാണ് ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇപ്പോൾ 5 രൂപയാണ് ഫേസ് വാല്യൂ. ഗ്രേ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ട് നല്ല രീതിയിൽ. 40 രൂപ 58 രൂപ റേഞ്ചൊക്കെ ആയിരുന്നു ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്. ഗ്രേ മാർക്കറ്റിൽ 40, 41, 42 ലെവലിലൊക്കെ ധാരാളം സ്റ്റോക്ക് അവൈലബിൾ ആണ്. റിസ്ക് എടുത്ത് പുതിയ IPOയ്ക്ക് മുമ്പ് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ക്വിക്ക് കോമേഴ്സ് രംഗത്ത് നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും കോമ്പറ്റീഷനാണ് സെപ്റ്റോ. തീർച്ചയായിട്ടും ന്യൂ ജനറേഷൻ കമ്പനിയാണ്. അക്യുമുലേറ്റഡ് ലോസസ് ഒക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ ഫ്ലക്ച്വേഷനൊക്കെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാത്രം വേണം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ പേഷ്യൻസും ആവശ്യമാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ലോസ്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അതേസമയം ഇറാൻ, ഇസ്രായേൽ, അമേരിക്കൻ തമ്മിൽ സംഘർഷം വർദ്ധിക്കുകയാണ്. സെറ്റിൽമെന്റ് എന്നുണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീർച്ചയില്ല. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. ഇനി വലിയ രീതിയിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ ഈ വാറൊക്കെ സ്പ്രെഡ് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഏത് നിമിഷം ഒരു സെറ്റിൽമെന്റിൽ തയ്യാറെടുപ്പ് വന്നേക്കാം. നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ എല്ലാവർക്കും നല്ല ട്രേഡിന്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമന്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.